അപ്പോൾ നമ്മുടെ വീട്ടിലുള്ള പെൻഡാസ് ചെടിയൊക്കെ പൂവിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ച് ട്രിക്കുകൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നല്ല ബുഷിയായിട്ട് വളർന്ന് വരും കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് വെച്ചാൽ ഈ പൂക്കളൊക്കെ നന്നായിട്ട് വിരിഞ്ഞ് എല്ലാ പൂക്കളും കൊഴിഞ്ഞു പോയതിന് ശേഷം ബാക്കി കുറച്ച് വിത്തിനായിട്ട് നിൽക്കുന്ന കുറച്ച് പോർഷൻസ് ഉണ്ട്, അത് നമുക്ക് നുള്ളി കളയാം കേട്ടോ. അത് നല്ല രീതിയിൽ നുള്ളി കളഞ്ഞിട്ടുണ്ടെങ്കിൽ താഴെ നിന്നുള്ള ഇലകളൊക്കെ നന്നായിട്ട് വിരിഞ്ഞ് വരും. ഓക്കെ, അപ്പോൾ അത് റെഗുലറായിട്ട് അങ്ങനെ ചെയ്ത് കഴിയുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ പെൻഡാസ് ചെടി നല്ലൊരു ബുഷിയായിട്ട് നിൽക്കും കേട്ടോ. കണ്ട് നമുക്കിങ്ങനെ കൈ കൊണ്ട് തന്നെ ഇറുത്ത് കളയാം. അതിൻ്റെയൊക്കെ പൂവ് കൊഴിഞ്ഞു പോയതാണ്. ഓക്കെ, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്യണം കേട്ടോ, അല്ലാതെ തന്നെ പ്രൂൺ ചെയ്യണം. അപ്പം നമുക്ക് നല്ല തിക്കായിട്ട് ചെടി വളരെയും അതുപോലെ നല്ല നല്ല ഫ്ലവേഴ്സ് ഉണ്ടാവാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ ഇതൊരു പിങ്ക് കളറ് പെൻഡാസാണ്. പിന്നെ കണ്ടോ, ഉറുമ്പ് എപ്പോഴും ഈ ഒരു ചെടിയിലുണ്ടാവും കേട്ടോ. അപ്പം ഇത് നമുക്ക് വിത്തിന് വേണമെന്നുണ്ടെങ്കിൽ അത് വിത്താവുന്ന വരെ ഉണക്കാനായിട്ട് നിർത്താം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കത് പറിച്ച് കളയാം. അല്ലെങ്കിൽ ചെടി ഇങ്ങനെ നീണ്ടു പോകും. നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പ്രൂൺ ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം അതൊക്കെ ശ്രദ്ധിക്കുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.